ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറേ പേര് PNC MAKയുടെ രജിസ്ട്രേഷന് ശേഷം ചേച്ചി ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണ്, അതുപോലെ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ, ടോക്കൺ ഫീസ് എപ്പോഴാണ് അടയ്ക്കേണ്ടത്, എവിടെയാണ് അടയ്ക്കേണ്ടത്, എപ്പോഴാണ് കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എലിജിബിലിറ്റി, അങ്ങനെ ഒരുപാട് ഡൗട്ട്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ കിട്ടും വരെയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് മുഴുവൻ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ. രജിസ്ട്രേഷൻ്റെ ടൈം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 15 കേട്ടോ. ഇനി വെരിഫിക്കേഷൻ ഡേറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 17 കറക്ഷൻ ഡേറ്റ് വരുന്നത് ജൂലൈ 25 നാഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ജൂലൈ 31 ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓഗസ്റ്റ് 3 അതായത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തു, ഇത് കഴിഞ്ഞ് നമ്മുടെ ഡേറ്റാസ് അപ്ലോഡ് ചെയ്തത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയുള്ളൊരു കറക്ഷൻ ടൈം വരും. ആ സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഡേറ്റയിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വരും, അതായത് ഒരു ട്രയൽ റാങ്ക് ലിസ്റ്റ് പോലെ. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഈ റാങ്ക് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഓപ്ഷൻസ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്കൊരു 40+ കോളേജസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് 10 കോളേജിൽ മാത്രമേ PNC MAK അസോസിയേഷൻ വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി പലരും ചോദിച്ചതാണ് 5 കോളേജായിട്ട് വെക്കാമോ, അതുപോലെ ഒരു കോളേജായിട്ട് വെക്കാമോ എന്നുള്ളത്. അങ്ങനെയും നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതായ റിസ്കിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഒരു കോളേജൊന്നും വെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാക്സിമം കോളേജസ് വെക്കുക, അതായത് 10 കോളേജസും വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു കോളേജ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അതുപോലെ കോളേജ് റീഅറേഞ്ച്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിൽ കിടക്കുന്ന കോളേജ് 2-ലാക്കാം, 2-ൽ കിടക്കുന്ന കോളേജ് 4-ലാക്കാം. അങ്ങനെ നിങ്ങൾക്ക് റീഅറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. പക്ഷേ പുതുതായിട്ട് ഒരു കോളേജ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നത് മനസ്സിലാക്കാം. ഇനി ടോക്കൺ ഫീസ് എപ്പോഴാണ് അടയ്ക്കേണ്ടത്? അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോഴാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, ഒരു കുട്ടിക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടിക്ക് കിട്ടി, അത് ഇഷ്ടപ്പെട്ട കോളേജോ ഇഷ്ടപ്പെടാത്ത കോളേജോ ഏത് കോളേജ് ആയാലും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം. ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയ കോളേജ് ക്യാൻസലായി പോവുകയും ചെയ്യും. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. കാരണം LBSൻ്റെ അപ്ഡേറ്റ് വേറെയാണ്, PNC MAKയുടെ അപ്ഡേറ്റ് വേറെയാണ്, AMCS FNCKയുടെ അപ്ഡേറ്റ് വേറെയാണ്. ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറയും. ഇനി എത്രയാണ് ടോക്കൺ ഫീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,000 റുപ്പീസാണ് ടോക്കൺ ഫീസായിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, നമുക്ക് പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് വന്നു, മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നു, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കുട്ടി 10 ഓപ്ഷൻ വെച്ചു, അതിൽ 5ാമത്തെ ഓപ്ഷൻ ആ കുട്ടിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി ചെയ്യേണ്ടത് ആദ്യം 10,000 റുപ്പീസ് ടോക്കൺ ഫീസ് അടയ്ക്കണം. എന്നിട്ട് ആ കുട്ടിക്ക് ആ കോളേജ് മതി എന്നുണ്ടെങ്കിൽ ആ കോളേജ് ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കണം. ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കാനുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വരും, ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ്. ഓക്കെ, ഇപ്പോൾ ആ കുട്ടിക്ക് 5ാമത്തെ കോളേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ആ കുട്ടി അഡ്മിഷൻ എടുത്താൽ മതി. ഇനി ആ കുട്ടിക്ക് ആ 5ാമത്തെ കോളേജ് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതുക, എന്നാലും ആ കുട്ടി ചെയ്യേണ്ടത് ടോക്കൺ ഫീസ് 10,000 റുപ്പീസ് അടയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുക. പക്ഷേ അവിടെ നടക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഓൾറെഡി കിട്ടിയ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കോളേജ് അവിടെ ക്യാൻസലാകും. ഇത് മനസ്സിലാക്കി വെക്കുക. PNC MAKയിൽ മാത്രമാണ് ഇങ്ങനൊരു അപ്ഡേറ്റ്, LBSൽ ഇങ്ങനെയല്ല, അതിന് ഡിഫറൻ്റ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ്സ് മനസ്സിലാക്കിയാൽ മാത്രമേ മാർക്കുള്ള കുട്ടിക്കും മാർക്കില്ലാത്ത കുട്ടിക്കും ആർക്കായാലും അഡ്മിഷൻസ് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ നേരിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം തന്നെ ഫീസ് എല്ലാം റെഡിയാക്കി കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സും ഫീസും ഒക്കെ ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സമയത്തിന് ഫീസ് അടച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതിനുവേണ്ടി ടൈം കോളേജ് അനുവദിച്ച് തരുന്നതല്ല. പലരും ചോദിച്ചതാണ് ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന്. ഇത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ഇത്രയും 4 സബ്ജക്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യുക. നോർമലി ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെയ്താൽ മതി. ടോട്ടൽ 460 മാർക്ക് വരുന്നത്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇത്രയാണ് എൻ്റെ മാർക്ക്, എനിക്ക് കിട്ടുമോ എന്നുള്ളത്. നമുക്ക് പ്രഡിക്ഷൻസ് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 2024 കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ 416 മാർക്കുള്ള കുട്ടിക്ക് വരെ ആ സമയത്ത് ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ 2025 കഴിഞ്ഞ വർഷം ലഭിച്ചത് 411 മാർക്ക് വരെയുള്ള കുട്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ കണക്ക് വെച്ചിട്ട് പറയുവാണെങ്കിൽ വർഷം എത്ര കുട്ടികൾ അപ്ലൈ ചെയ്യുന്നു അത് ബേസ് ചെയ്തിരിക്കും. അത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് കഴിയുമ്പോഴേ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ കേട്ടോ.
പിന്നെ CBSE ICSE സിലബസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്കുകൾക്കൊപ്പം വെയിറ്റേജ് മാർക്കും നൽകുന്നുണ്ട് ഇതിൽ. പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ രജിസ്ട്രേഷൻ ഫീ കൺസെഷനോ ഒന്നും റിസർവേഷൻ ബേസ് ചെയ്തല്ല. നിങ്ങൾക്ക് എത്ര മാർക്കുണ്ടോ അതിനി ഏത് കാറ്റഗറി ആയാലും ശരി, നിങ്ങൾക്ക് എത്രയാണോ മാർക്ക് അത് ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. ഇതിനകത്ത് SC ആണെന്നോ ST ആണെന്നോ OBC മൈനോറിറ്റി ആണെന്നോ EWS ആണെന്നോ അങ്ങനെ ഒരു റിസർവേഷൻ ആർക്കുമില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും സെയിം ഫീസും കൂടിയാണ് ഇവിടെ വരുന്നത്. SC ആയാലും ST ആയാലും OBC ആയാലും മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയാലും EWS ആയാലും ഏത് കമ്മ്യൂണിറ്റി ആയാലും ശരി, ഇവിടെ ആർക്കും സ്കോളർഷിപ്പ് ഇല്ല. അതുപോലെ തന്നെ ഫീ കൺസെഷൻ ഇല്ല, റിസർവേഷൻ ഇല്ല. ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റ് അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതും നിങ്ങൾക്ക് അത് ഉടനടി തന്നെ അറിയാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.